തമിഴ്നാട് രാഷ്ട്രീയ രംഗത്ത് വലിയ ചർച്ചയാകുന്ന തരത്തിൽ നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെற்றிക്കഴകം നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. രാഷ്ട്രീയത്തിലേക്ക് ശക്തമായ പ്രവേശനം കുറിക്കുന്ന വിജയ് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രധാന പോരാളിയായി മാറാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കമെന്ന് വിലയിരുത്തപ്പെടുന്നു. വിജയ് സ്വയം 2 പ്രധാന മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ചെന്നൈയിലെ പെരമ്പൂർ കൂടാതെ തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് എന്നീ മണ്ഡലങ്ങളിൽ നിന്നാണ് അദ്ദേഹം ജനവിധി തേടുക. ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ആത്മവിശ്വാസവും സംസ്ഥാനതല സ്വാധീനം സ്ഥാപിക്കാനുള്ള തന്ത്രപരമായ നീക്കവുമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. പ്രഖ്യാപന യോഗത്തിൽ സംസാരിച്ച വിജയ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം തന്റെയും തന്റെ ജനകീയ പാർട്ടിയായ ടിവികെയുടെയും സഖ്യം ഒരു വശത്ത്, മറുവശത്ത് MK സ്റ്റാലിൻ നേതൃത്വത്തിലുള്ള ഭരണസഖ്യം തമ്മിലാണെന്ന് തുറന്നു പറഞ്ഞു. സംസ്ഥാനത്ത് നിലവിലുള്ള ഭരണത്തിനെതിരെ ഒരു പ്രബലമായ രാഷ്ട്രീയ ശക്തിയായി ടിവികെ ഉയരുകയാണെന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. തമിഴ്നാട്ടിലെ 234 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് ഏപ്രിൽ 23 ഒറ്റഘട്ടമായാണ് നടക്കുക. ഈ സാഹചര്യത്തിൽ ഒരവസരം നൽകുക എന്ന ആവശ്യം ഉന്നയിച്ച് വിജയ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ വിസിൽ ഉയർത്തിക്കാട്ടി വിസിലിന് വോട്ട് ചെയ്യുക, ഇതൊരു വിസിൽ വിപ്ലവമാണ് എന്ന ആഹ്വാനം അദ്ദേഹം മുന്നോട്ട് വെച്ചു. യുവാക്കളെയും സാധാരണ ജനങ്ങളെയും ലക്ഷ്യമിട്ട് നടത്തിയ ഈ പ്രചാരണം സാമൂഹ്യ മാധ്യമങ്ങളിലും വലിയ സ്വാധീനം സൃഷ്ടിച്ചു. സ്ഥാനാർത്ഥി പട്ടികയിൽ പാർട്ടിയുടെ പ്രധാന നേതാക്കളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചെന്നൈയിലെ ടി നഗറിൽ നിന്ന് N ആനന്ദ്, വില്ലിവാക്കത്ത് നിന്ന് ആദവ് അർജുൻ, ഗോപിച്ചെട്ടിപ്പാളയത്ത് KA സെങ്കോട്ടയ്യൻ, തിരുച്ചെങ്കോട്ടിൽ അരുൺ രാജ്, തിരുപ്പരൻകുണ്ട്രത്ത് CTR നിർമ്മൽ കുമാർ, എഗ്മോറിൽ നിന്ന് രാജ്മോഹൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കപ്പെട്ടു. കൊളത്തൂരിൽ നേരിട്ട് മുഖ്യമന്ത്രിയായ MK സ്റ്റാലിനെ ടിവികെയുടെ VS ബാബു വെല്ലുവിളിക്കും. അതുപോലെ തന്നെ ചെപ്പോക്കിൽ ഉപമുഖ്യമന്ത്രിയും സ്റ്റാലിന്റെ മകനുമായ ഉദയനിധി സ്റ്റാലിനെതിരെ മത്സരിക്കാൻ മുൻ കോൺഗ്രസ് നേതാവായ സെൽവത്തെ വിജയ് തെരഞ്ഞെടുത്തത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇടയാക്കിയിരിക്കുകയാണ്. ശക്തമായ എതിരാളികളെ നേരിടാൻ തന്നെ പാർട്ടി സജ്ജമാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. വിജയ് പ്രസംഗത്തിൽ ശക്തമായ വിമർശനങ്ങളും ഉന്നയിച്ചു. അഴിമതിയിലും അനധികൃത ഖനനത്തിലും മാധ്യമങ്ങളെ ആക്രമിക്കുന്നതിലും പങ്കുള്ളവർക്ക് തന്റെ പാർട്ടിയിൽ സ്ഥാനമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇത് സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിക്കുന്ന യോഗമല്ല, ജനങ്ങളുടെ സംരക്ഷകരെ തെരഞ്ഞെടുത്തിരിക്കുന്ന നിമിഷമാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൂടെയും ടിവികെ ശ്രദ്ധ നേടി. മയക്കുമരുന്ന് രഹിത തമിഴ്നാട് സൃഷ്ടിക്കുമെന്ന് വിജയ് ഉറപ്പു നൽകി. വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ വാഗ്ദാനം ചെയ്ത അദ്ദേഹം +2 മുതൽ PhD വരെ വിദ്യാർത്ഥികൾക്ക് 20 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ ഗ്യാരണ്ടി നൽകുമെന്ന് പ്രഖ്യാപിച്ചു. 29 വയസ്സിന് ശേഷവും ജോലി ലഭിക്കാത്തവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയും ഉൾപ്പെടുത്തി. കൂടാതെ സർക്കാർ നിയമനങ്ങളിൽ പൂർണ്ണമായ സുതാര്യത ഉറപ്പാക്കുന്ന നിയമം കൊണ്ടുവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സാധാരണ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ മുൻനിർത്തിയാണ് സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്തതെന്ന് വിജയ് ആവർത്തിച്ചു. സാമൂഹിക നീതിയും യുവജനക്ഷേമവും പ്രാധാന്യമർഹിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം തമിഴ്നാട്ടിൽ കൊണ്ടുവരാനാണ് തന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ പ്രഖ്യാപനത്തോടെ തമിഴ്നാട് രാഷ്ട്രീയ രംഗത്ത് 3 മുന്നണികൾക്കിടയിൽ കടുത്ത മത്സരം നടക്കുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. അതേസമയം പരമ്പരാഗത പാർട്ടികളുടെ അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വഴിയാണ് വിജയ് അവതരിപ്പിക്കുന്നത്. യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, ആദ്യമായി വോട്ട് ചെയ്യുന്നവർ, രാഷ്ട്രീയത്തിൽ നിരാശരായ ഒരു വലിയ ജനവിഭാഗം, ഇവരിലാണ് അദ്ദേഹത്തിന്റെ പ്രധാന പ്രതീക്ഷ. എങ്കിലും വിജയുടെ രാഷ്ട്രീയ യാത്ര വെല്ലുവിളികൾ ഇല്ലാത്തതല്ല. സിനിമയിലെ ആരാധക വൃന്ദം നേരിട്ട് വോട്ടായി മാറുമോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. ശക്തമായ സംഘടനാ ഘടനയും പരിചയസമ്പന്നരായ നേതാക്കളും ഇല്ലാതെ ദീർഘകാല രാഷ്ട്രീയത്തിൽ നിലനിൽക്കുക എളുപ്പമല്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയ്ക്ക് ആദ്യത്തെ വലിയ രാഷ്ട്രീയ പരീക്ഷയായിരിക്കും. വിജയ് തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് വന്നതോടെ രാഷ്ട്രീയ ചർച്ചകളുടെ സ്വഭാവം തന്നെ മാറി. യുവാക്കൾ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. പരമ്പരാഗത പാർട്ടികൾക്ക് പുറത്ത് ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. അധികാരത്തിലേക്ക് ഉടൻ എത്തുമോ എന്നത് പിന്നീടുള്ള കാര്യമാണ്. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ ചോദ്യം ചെയ്യാനും മാറ്റത്തിനുള്ള ഒരു വാതിൽ തുറക്കാനും വിജയ്ക്ക് ഇതിനോടകം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ടിവികെയുടെ അരങ്ങേറ്റം നിലവിലെ ഭരണകക്ഷിയായ DMK സഖ്യത്തെയും പ്രതിപക്ഷ ശക്തികളെയും ഒരുപോലെ വെല്ലുവിളിക്കുന്നതായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.